റിയൽമി പി സീരീസ് പുറത്തിറക്കിയിട്ട് അധികം കാലമായിട്ടില്ല. റിയൽമി P1 സീരീസ്, P2 സീരീസ്, ഇപ്പോഴിതാ P3 സീരീസിലെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള P3 Pro ഇന്ന് റിയൽമി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പി സീരീസിലെ ഫോണുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണിയാണ്, നല്ല ഫോണുകളായിരുന്നു സത്യം പറഞ്ഞത്. അത്തരത്തിൽ P3 Pro എന്ന ഈ ഒരു പുതിയ ഫോൺ ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അത് ഇതുപോലൊരു ബോക്സിനകത്താണ് റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള റിയൽമി P3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ബോൺ ടു സ്ലേ എന്ന് എഴുതിയിരിക്കുന്നു. ഇതൊരു മീഡിയ ഇൻവൈറ്റ് ബോക്സ് ആണ്. നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് കിട്ടില്ല. ഇവിടെ റിയൽമി മിസ്റ്ററി ബോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതിനകത്തുള്ള മിസ്റ്ററി എന്ന് നമുക്ക് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് അൺലോക്ക് ദ സീക്രട്ട് 18/2/2025 ഈ ഒരു ഫോണിന്റെ അൺലോക്ക് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. അതായത് ഇതിന്റെ ലോഞ്ച് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ഇത്തരത്തിലൊരു UV ടോർച്ച് ലൈറ്റ് കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു UV ലൈറ്റ് ഈ കാണുന്ന ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കി രാത്രി ഗ്ലോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതായിരിക്കുന്നു നമ്മുടെ ഫോൺ P3 Pro. ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. 5G ഫോണാണെന്ന് എഴുതിയിട്ടുണ്ട്. സാധാരണ മഞ്ഞ ബോക്സ്, ഒരു പേപ്പർ ബോക്സ്, സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, ഇതിന്റെ ഒരു ബാക്ക് കേസ്. ഈ ഒരു കേസ് നോക്കി ക്രിസ്റ്റൽ ക്ലിയർ കളർ അല്ല, നേരെ മറിച്ച് ഒരു വൈറ്റ് ടോൺ ആണ് ഈ ഒരു കേസിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫോണിലേക്ക് വരാം. കൂടാതെ ഇത് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, അതുപോലെ ചാർജിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ A to C ചാർജിങ് കേബിൾ. യെസ്, ഇതാണ് റിയൽമി P3 Pro. ഫോണിന്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ ഈ ഒരു P3 Proയിൽ 3 കളർ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് UV ലൈറ്റുകൾ തട്ടുമ്പോൾ ഗ്ലോ ചെയ്യും. ഇതുപോലുള്ള UV ലൈറ്റ് ടോർച്ച് നമ്മൾ ഇതിനകത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലോ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അത് ഇരുട്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ UV ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലോ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നവരെല്ലാം UVയുടെ ഈ ഒരു ടോർച്ച് ആയിട്ട് നടക്കണമെന്ന് വേണ്ട. കാരണം നമ്മുടെ സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പോലും അതിൽ നിന്നുള്ള UV ലൈറ്റ് തട്ടി കഴിയുമ്പോൾ ഇരുട്ടത്തേക്ക് ഈ ഒരു ഫോൺ പിടിക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കളറിൽ ഗ്ലോ ചെയ്യുന്ന ഒരു ഡിസൈനിലാണ് ഈ ഒരു ഫോൺ തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ ചില ഫോണുകളിലൊക്കെ ഇത്തരത്തിൽ UV ലൈറ്റ് അടിക്കുമ്പോൾ കളർ ചേഞ്ചിങ് ബാക്ക് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ നത്തിങ് ഫോൺ 2A ഒരു ഫോണിനകത്ത് ഇതുപോലെ ഫുള്ളി കളർ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഒരു ബാക്ക് പാനലുമായിട്ടാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. സത്യം തന്നെ പറയട്ടെ, ഈ ഒരു ഫോൺ ഞാൻ കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. അത് ഒരു ഇൻ ഹാൻഡ് ഫീൽ കൊള്ളാം. നേരത്തെ റിയൽമിയുടെ 14 Pro പ്ലസിന്റെ ഒക്കെ ബാക്ക് ഒരു മാതിരി ലെതർ ഫിനിഷ്, ഒരു ഫാബ്രിക് ലെതർ ഫിനിഷ് പോലെയൊക്കെ ആയിട്ടാണ് വന്നത്. ഒരുപാട് അഴുക്കൊക്കെ പിടിക്കാനുള്ള സാധ്യതയും വരയൊക്കെ നെയിൽ തട്ടിയിട്ടൊക്കെ വീഴുന്ന ടൈപ്പ് ഡിസൈൻ ആയിരുന്നു. പക്ഷേ ഇതിന്റെ ബാക്ക് അങ്ങനെയല്ല, കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇതിന്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ. എന്നാൽ ഈ ഒരു P3 Proയിലും അത്തരത്തിൽ ലെതർ ഫിനിഷ് ഉള്ള മറ്റൊരു മോഡൽ കൂടി ഉണ്ട് എന്ന് ഓർമ്മിക്കട്ടെ. വളരെ സ്ലിം ആണ് ആള്, അതുപോലെ വലിയ വെയിറ്റ് ഒന്നുമില്ല, 190 ഗ്രാം ഭാരമേ ഉള്ളൂ. ഈ ക്യാമറ മൊഡ്യൂളിന്റെ ഒക്കെ ആ ഒരു പ്രൊജക്ഷൻ ഒക്കെ കുറച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. മൊത്തത്തിൽ ആ റിയൽമിയുടെ ഒരു DNA നിലനിർത്തുന്ന തരത്തിലാണ് ഈ P3 Pro എന്ന ഫോൺ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കുന്ന സിം ട്രേ എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളിലും പോലെ തന്നെ ഡ്യുവൽ നാനോ സിം ആണ്. മെമ്മറി കാർഡ് എക്സ്പാൻഷൻസ് സ്വാഭാവികമായിട്ടും ഇല്ല. ഇനി ഇതിന്റെ ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. കാരണം ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ കൊടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എനിക്കെപ്പോഴും കർവ്ഡ് ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഒരു നോക്കിയ ബെസലൊക്കെ ഉണ്ടല്ലേ, വളരെ തിന്നായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഫുൾ വ്യൂ നമുക്ക് അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ബെസലില്ലാത്തൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 6.83 ഇഞ്ചിന്റെ ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1.5K റെസൊല്യൂഷൻ ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക്. 1500 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. സാധാരണ നോർമൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 നിറ്റ്സ് വരെയും ഇതിനകത്ത് കൂടുന്നുണ്ട്. അപ്പോൾ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ, ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ടും ഒക്കെ ഈ ഒരു ഡിസ്പ്ലേക്ക് റിയൽമി നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് ആണ്. പെർഫോമൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കരുത്ത് പോയിരുന്നത്. നേരത്തെ റിയൽമി 14 Proയും 14 Pro Plusഉം അടുത്തിടെ പുറത്തിറക്കി നമ്മൾ രണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. അതിൽ 14 Pro Plusൽ ഈ ഒരു സെയിം പ്രോസസർ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. നമ്മൾ ഇതിന്റെ ആന്റിറ്റി സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. 8,33,637 എന്നൊരു ആന്റിറ്റി സ്കോർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. നല്ലൊരു ആന്റിറ്റി സ്കോർ ആണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ച്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കി. വലിയ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. നേരത്തെ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള പുതിയ ഇറങ്ങിയ S25 Ultra'യിൽ നമ്മൾ ഇത്തരത്തിലൊരു ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ട റിസൾട്ട് ഇതുപോലായിരുന്നു. കംപ്ലീറ്റ് ചുവപ്പ് ലൈൻസ് ഇങ്ങനെ വീഴുന്നു. നോക്കി S25 Ultra'യിൽ ഇവിടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിനകത്ത് നീറ്റ് ആയിട്ടുള്ള ഒരു ത്രോട്ട്ലിംഗ് ആണ് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. BGMയുടെ ക്രാഫ്റ്റനുമായിട്ട് ചേർന്നുകൊണ്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ BGMI ഇതിൽ കളിക്കുന്നതിന് വേണ്ടി അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. റിയൽമിയും ക്രാഫ്റ്റിനുമായിട്ട് സഹകരിച്ചാണ് ഈ ഒരു ഫോൺ അത്തരത്തിൽ BGMIക്ക് വേണ്ടി ട്യൂൺ ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് GT മോഡ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു GT മോഡ്
എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗെയിമൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ, ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസിൽ, അതായത് 90 FPS ഗെയിം പ്ലേ സാധ്യമാണ്. ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു തരത്തിലുള്ള ലാഗോ ഫ്രെയിം ഡ്രോപ്പോ അങ്ങനെയൊന്നുമില്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു, നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് എല്ലാ ഫോർമാറ്റിലും BGML നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. മാക്സിമം 12GB റാം വരെയും അതുപോലെ 256GB വരെ ഇന്റർണൽ സ്റ്റോറേജ് ഉണ്ട്. LPDDR4X ആണ് റാം ടൈപ്പ്. UFS 3.1 ആണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ്. ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് 8,33,000 എന്ന മികച്ച ഒരു AnTuTu സ്കോർ ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, കുറ്റം പറയാനില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. ഒരു സിനിമയൊക്കെ കാണണമെങ്കിലൊക്കെ നല്ല രസമുണ്ട്. കാര്യം ഈ ഒരു ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്, സെൻറ്റർ പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഫോണിനെ പറ്റി എല്ലാം നല്ലതാണല്ലോ പറയുന്നതെന്ന് അല്ലേ? ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കുറവുകളുണ്ട്. അതായത് നിരവധി കുറവുകളല്ല, ഒരു പക്ഷേ കൂടുതലുണ്ടെന്ന് പറയേണ്ടി വരും. കുറച്ച് ബ്ലോട്ട് വേസുകൾ കൂടുതലായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. അത് റിയൽമിയുടെ എല്ലാ ഫോണിലും ഉണ്ട്. വില കൂടിയ ഫോണുകൾ പോലും ഈ ഒരു ബ്ലോട്ട് വേസുകളുണ്ട്. നോക്കി, ഇവിടെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് എന്നീ റെക്കമെൻഡേഷൻസ്, ആപ്ലിക്കേഷൻസിൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ കൂട് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നില്ല. കുറേ ഗെയിമൊക്കെ ആവശ്യമില്ലാതെ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറേ ഗെയിമുകൾ ഇൻസ്റ്റാൾ ആയി കിടക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ ഈ പറഞ്ഞ പോലെ കുറേ ബ്ലോട്ട് വേസ് ഉണ്ട്. അത് ഓക്കെ ആയിട്ടുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് അതൊരു അരോചകം തന്നെയായിരിക്കും. എനിക്കൊക്കെ പേഴ്സണലി ഈ ഒരു ബ്ലോട്ട് വേസ് ഇത്രയുള്ളത് ഒരു അരോചകം തന്നെയാണെന്ന് പറയട്ടെ. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നാൽ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് 15 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. റിയൽമിയുടെ ലേറ്റസ്റ്റ് യൂസർ ഇന്റർഫേസ് ഉള്ള റിയൽമി UI 6 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ബ്ലോട്ട് വേസുകൾ ഈ ഒരു ധാരാളിത്തം അല്ലാതെ സോഫ്റ്റ്വെയർ സൈഡിൽ വലിയ കുറ്റം പറയാനൊന്നും ഈ ഒരു ഫോണിലില്ല. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മൾ നോക്കി, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ തന്നെ ഉണ്ട്. പല ഫോണുകളിലെങ്കിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് അല്പസമയം കഴിയുമ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആയി പോകും. പക്ഷേ ഇവിടെ നമുക്ക് ഓൾ ഡേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറി സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ 6000 mAh ഹ്യൂജ് ബാറ്ററി. അതിപ്പോൾ വരുന്ന മിക്ക ഫോണുകളിലും ഇത്തരത്തിലുള്ള സിലിക്കൺ കാർബൈഡ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ 6000 mAh ആണ് കൊടുത്തിരിക്കുന്നത്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫോൺ ഭയങ്കര ഓവർ വെയിറ്റ് ഒന്നുമില്ല, 190 ഗ്രാം ഭാരമേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞ പോലെ കയ്യിലൊക്കെ പിടിക്കാൻ നല്ലൊരു സുഖമുണ്ട്. ക്യാമറ, ഈ ഒരു ഫോണിന്റെ ബാക്കിൽ 2 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഒരു ഫോണിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ഈ പ്രൈസ് പോയിന്റിൽ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും വലിയൊരു കുറവ്. രണ്ടാമത്തെ കുറവ് നേരത്തെ പറഞ്ഞ ബ്ലോട്ട് വെയർ ആണ്. അപ്പോൾ ഈ ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലാത്തത് ഈ പ്രൈസ് പോയിന്റിൽ ഒരു കുറവ് തന്നെയാണ്. പക്ഷേ അതെനിക്കൊന്ന് പ്രൈസ് കുറച്ച് നിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ റിയൽമി അങ്ങനെ ചെയ്തത്. പിന്നീട് ഉള്ളത് 50 MP ഒരു പ്രൈമറി ക്യാമറയും പിന്നെ ഒരു 2 MP ഒരു AI ഡെപ്ത് സെൻസറും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഡ് ആംഗിൾ ഫോട്ടോകളോ വീഡിയോകളോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നോർമൽ സെൻസറിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ അല്പം സാച്ചുറേഷൻ ഒരു അല്പം കൂടുതലാണെങ്കിലും കാണാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള അടിപൊളി ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഞാൻ ലോ ലൈറ്റിലും ഒക്കെ ഫോട്ടോസ് എടുത്തു നോക്കി, കുഴപ്പമൊന്നുമില്ല. നല്ല ഗ്രെയിൻ ഒന്നും ഇല്ലാത്ത ടൈപ്പ് നല്ല ഫോട്ടോകൾ, പ്രോസസ് ചെയ്ത് വരുന്ന നല്ല ഫോട്ടോകൾ തന്നെ തരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ ക്വാളിറ്റിയും തരക്കേടില്ലാത്ത ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. പക്ഷേ മറ്റൊരു കുറവ് കൂടിയുണ്ട്. അതായത് നമുക്ക് ബാക്ക് ക്യാമറയിൽ 4K 30 FPS ഉണ്ട്, 60 FPS ഇല്ല, 4K 30 FPS ആണ്. പക്ഷേ സെൽഫി ക്യാമറയിൽ വീഡിയോയിൽ ഫുൾ HD 30 FPS ഉള്ളൂ. ഈവൻ ഫുൾ HD 60 FPS പോലും നൽകിയിട്ടില്ല. അതും ഈ ഒരു ഫോണിന്റെ ഒരു കുറവാണ്. അപ്പോൾ മൂന്നാമത്തെ കുറവായി. കുറവുകൾ എടുത്തെടുത്ത് പറയാം. ബ്ലോട്ട് വേസിന്റെ കൂടുതൽ, അതുപോലെ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതൊരു കുറവാണ്. അപ്പോൾ മൂന്നാമത്തെ കുറവെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സെൽഫിയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഇൻ ഡിസ്പ്ലേയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ്. അത് ഫാസ്റ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ IP68 ആൻഡ് IP69 വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഫോണുകളിലെല്ലാം ഞാൻ പല വീഡിയോകളിലും പറയുന്ന കാര്യങ്ങളാണ്. അതായത് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ, അതുപോലെ 6000 mAh ബാറ്ററി, IP69, ഇത് മൂന്നും ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകൾ, ഈ ഒരു 25,000 റേഞ്ചിലെ ഫോണുകൾ പോലും ഉണ്ട്. പക്ഷേ ഈ 3 കാര്യങ്ങളും സാംസങ്ങിന്റെ S25 അൾട്രയിൽ പോലും നൽകിയിട്ടില്ലായിരുന്നു എന്നുള്ളതും നമ്മളന്ന് അതിന്റെ വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെയും IP69 റേറ്റിംഗ്, 68 ആൻഡ് 69 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസിന്റെ ഏറ്റവും ടോപ്പ് സർട്ടിഫിക്കേഷൻ ഈ ഫോണിനകത്തും നൽകിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ 3 കുറവുകളെ ഈ ഒരു ഫോണിനകത്തുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ബ്ലോട്ട് വേസുകളുടെ ധാരാളിത്തം, അതുപോലെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല, വൈഡ് ആംഗിൾ ക്യാമറ സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കുറവുകളായിട്ട് പറയാനുള്ളത്. അടുത്തായിട്ട് പ്രൈസിംഗ് ആണ്. ഈ ഒരു ഫോൺ റിയൽമിയുടെ 14 Pro പ്ലസിനോട് അടുത്ത് നിൽക്കുന്നു. എന്നാൽ 14 Pro പ്ലസോട്ട് ഒരു അല്പം താഴെയാണ്. ക്യാമറയിലൊക്കെ ഒരു ഡൗൺ ഗ്രേഡ് വന്നിട്ടുണ്ട്. 14 Pro പ്ലസിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ടായിരുന്നു, ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ 14 Proയും 14 Pro പ്ലസും ഇവിടെ ഇപ്പോൾ റിയൽമി P3 Proയും എനിക്ക് തോന്നുന്നു ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 14 Proയ്ക്ക് മുകളിലും 14 Pro പ്ലസിന് താഴെയുമാണ്. അതുപോലെ ഈ ഫോണിന്റെ പ്രൈസിംഗ് ആക്ച്വലി എനിക്ക് അറിയില്ല. 14 Pro
പ്രോ പ്ലസുകളുടെ വില എന്ന് പറയുന്നത് 25,000 ഈ 30,000 രൂപയായിരുന്നു. ഈ ഒരു ഫോണിന് ഞാൻ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വില എന്ന് പറയുന്നത് ഒരു 25,000-നും 30,000-നും ഇടയ്ക്കായിരിക്കും എന്നാണ്. ഒരു 27 28 ഒക്കെ ആകാനാണ് സാധ്യത. ചിലപ്പോൾ അതിൽ കൂടാം, ചിലപ്പോൾ അതിൽ കുറയാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് ഔട്ട് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം.